വ്യാജ പരാതിയാണ്, വ്യാജ കേസാണ്. ഇതിന്റെ പിന്നിൽ വേറെ ഒരുപാട് മോട്ടീവ്സ് ഉണ്ട്. നമ്മളെ ഇൻവൈറ്റ് ചെയ്യാതെ തലേദിവസം പോസ്റ്റർ അവർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ, JCI ഒഫീഷ്യലി പോസ്റ്റർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഒരു പ്രശ്നം പെട്ടപ്പം ഞാനും ആ പ്രിൻസിപ്പളോടൊപ്പം, കാരണം പ്രിൻസിപ്പൾ ഇതിൻ്റെ അകത്തൊരു ഇരയാണ്, പുള്ളിയും ഇത്തരത്തിലൊരു പ്രശ്നവിവാദമാകുമെന്ന് അറിയുന്നില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഇത്തരത്തിലൊരു സ്കൂൾ ഫംഗ്ഷനെ വിളിച്ചിട്ട് മനഃപൂർവ്വം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി എന്നെ ടാർഗറ്റ് ചെയ്യാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊരു ആയിക്കൂടാന്നില്ല. കാരണം ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, സീരിയസ് ആയിട്ട്. കാരണം ഞാൻ ഈ കേസ് കഴിഞ്ഞു ബെയിൽ കിട്ടി നാട്ടിൽ വരുന്നു. പഴയതിൽ നിന്നും ഇരട്ടി ഇനോഗ്രേഷൻസും പ്രൊമോഷൻസുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എത്ര ചെയ്തിരുന്നോ അതിന് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പം ഈ വ്യാജ കേസിൽ പെടുത്താൻ ശ്രമിച്ചവർക്ക് തന്നെ വീണ്ടും ദേഷ്യം വന്ന് കാണാം. അയ്യോ ഒതുങ്ങുന്നില്ലല്ലോ, ഈ അണയ്ക്കാൻ നോക്കിയപ്പോൾ ആളി കത്തുവാണല്ലോ എന്നുള്ളൊരു പ്രശ്നം. അപ്പം ഇതിപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊപ്പഗൻഡ വരുമ്പോഴത്തേക്ക് പലരും മടിക്കാൻ ശ്രമിച്ചു. വളരെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ഒരാൾ ഡിസൈൻ ചെയ്തൊരു പ്ലാനും ആവാം, അങ്ങനെയാണ് ഞാൻ പറയുന്നത്, ആവാം അല്ലേ, അങ്ങനെ ആയിക്കോട്ടെ. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്കൂൾ പ്രവേശനോത്സവ വിവാദത്തിന് പിന്നാലെ പോക്സോ കേസ് പ്രതിയും വ്ളോഗറുമായ മുകേഷ് എം നായരുടെ വിശദീകരണമാണ് ഇപ്പോൾ കേട്ടത്. തനിക്കെതിരെയുള്ള പോക്സോ കേസ് ഗൂഢാലോചനയെന്നാണ് മുകേഷ് എം നായർ പറയുന്നത്. പല ഇൻഫ്ലുവൻസർമാർക്കും തന്നോട് ദേഷ്യമുണ്ട്, ഇതിൻ്റെ ഭാഗമായിരുന്നു പോക്സോ കേസെന്നും അത് ഗൂഢാലോചനയെന്നുമാണ് മുകേഷിൻ്റെ വാദം. അതിനിടെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി പങ്കെടുത്തതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണത്. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കും. ഇങ്ങനെ ഒരാൾ വരുന്നത് ഹെഡ് മാസ്റ്റർ അറിഞ്ഞില്ലെന്ന് പറയുന്നത് ശരിയല്ല. സ്കൂൾ മാനേജരോട് നടപടി ആവശ്യപ്പെടും, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണത്തിന് വേണ്ടി അപ്പോൾ തന്നെ ഞാൻ ചുമതലപ്പെടുത്തി. അന്വേഷണം ഇന്നലെയും ഒക്കെ അന്വേഷണം ഗൗരവമായി തന്നെ നടന്നിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കും. സ്കൂൾ HMൻ്റെ പ്രഥമാധ്യാപകൻ്റെയൊക്കെ അഭിപ്രായം, അവിടെ ഒരു സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്ക് പാഠപുസ്തകവും നോട്ട് പുസ്തകവും അതുപോലുള്ള പഠനോപകരണങ്ങൾ കൊടുക്കുന്നത്. അവരാണ് ഈ വിവാദമായിട്ടുള്ള വ്യക്തിയെ പങ്കെടുപ്പിച്ചത്. അവർക്ക് അബദ്ധം പറ്റിയാണ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോക്സോ കേസ് പ്രതിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല. അത്തരക്കാരെ സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിലും പങ്കെടുപ്പിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുക. വിദ്യാർത്ഥികളുടെ ഒരു സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിൽ ആരെയും കയറ്റി പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു HMനും അവിടുത്തെ ടീച്ചർമാർക്കും ഇങ്ങനൊരു വ്യക്തിയെ അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതിയായിട്ടുള്ള വ്ളോഗർ മുകേഷ് എം നായർ പങ്കെടുത്തതിന് പിന്നാലെ വലിയ വിവാദം ഉയർന്നതാണ്. എന്നാൽ സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ കൈ കഴുകിയിരുന്നു. അവർക്കല്ല, മറ്റൊരു സന്നദ്ധ സംഘടനയായിട്ടുള്ള JCI ആണ് ഇതിൽ ഉത്തരവാദി. സംഘാടകർ ഈ മുകേഷ് എം നായരെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നത് തങ്ങൾ അറിഞ്ഞില്ല എന്നായിരുന്നു സ്കൂൾ മാനേജ്മെൻറ്റ് ഹെഡ് മാസ്റ്റർ ഇന്നലെ നൽകിയ വിശദീകരണം. എന്നാൽ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഇത് സ്കൂൾ ഹെഡ് മാസ്റ്റർക്കെതിരെ നടപടി വേണമെന്ന ഒരു ആവശ്യമാണോ ഇപ്പോൾ ഉയർന്നു വരുന്നത്? ടോം, മുകേഷ് എം നായർ പറയുന്നത് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഈ കേസ് അടിസ്ഥാനരഹിതമാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു ബോധ്യത്തിലാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത് എന്നാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ ഈ കേസ് തള്ളിക്കളയാത്തത് എന്ന ചോദ്യത്തിന് മുകേഷ് വ്യക്തമാക്കുന്നത്, കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിലാണ് അത്തരമൊരു നടപടിയിലേക്ക് കോടതി കടക്കാത്തതെന്നുമാണ്. അതേസമയം തന്നെ ബോധപൂർവം അപമാനിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടക്കുന്നു, മറ്റ് ചില വ്ളോഗേഴ്സിന് ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് അല്ലെങ്കിൽ അവകാശവാദമാണ് മുകേഷ് എം നായരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഈ സംഭവം, അതായത് പ്രവേശനോത്സവത്തിന് 2 ദിവസം മുമ്പ് തന്നെ മുകേഷ് എം നായർ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെയും ഈ പരിപാടിയുടെ ഡിജിറ്റൽ ബ്രോഷർ പബ്ലിഷ് ചെയ്തിരുന്നു. അത് പൊതുസമൂഹത്തിന് മുഴുവൻ ആക്സസ് ഉള്ള തരത്തിലാണ് താൻ അങ്ങനെ ബ്രോഷർ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ പിന്നെ എങ്ങനെ സ്കൂൾ അധികൃതർക്ക് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയും എന്നാണ് മുകേഷ് ചോദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരെ ഈ വിഷയത്തിൽ ഇരയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അവരുടെ നിസ്സഹായത തനിക്കറിയാം. താൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല അവിടെ എത്തിയത്. തനിക്കും ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതിനപ്പുറത്തേക്ക്
ബോധപൂർവമായി തന്നെ ഇല്ലാതാക്കാൻ നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതൊരു വിവാദമായി ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നൊരു ആരോപണമാണ് വാർത്താ സമ്മേളനത്തിലൂടെ മുകേഷ് എം നായർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറും രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇരയായി മാറിയിരിക്കുന്നത് മുകേഷ് എം നായരാണ് എന്ന വാദമായിരുന്നു രാഹുൽ ഈശ്വർ അടക്കം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഇവരുടെ ഈ ഒരു വിശദീകരണം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്കൊരു റിപ്പോർട്ട് സമർപ്പിക്കും. സ്കൂൾ അധികൃതർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ വിമുഖത കാണിച്ചാൽ, അതായത് മാനേജ്മെന്റിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിമുഖത മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇതിൽ വിശദീകരണവുമായി മുകേഷ് എം നായർ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഡാൻ, ഇവിടെ സ്കൂൾ അധികൃതർ തെറ്റുപറ്റിയെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടോ? വീഴ്ച പറ്റിയെന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഹെഡ് മാസ്റ്റർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അത് ഏത് രീതിയിലുള്ള നടപടി? അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കില്ല. അത് ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മാത്രമേ അതിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയുള്ളൂ. പക്ഷേ അങ്ങനെ അനുകൂലമായൊരു റിപ്പോർട്ടാണ് കൈമാറുന്നതെങ്കിൽ അത് മുഖവിലക്കെടുക്കാതെ കൃത്യമായ നടപടി ഇതിൽ ഉറപ്പുവരുത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഒന്നെങ്കിൽ ഒരു സ്ഥലമാറ്റമായിരിക്കും, അതല്ല എങ്കിൽ സസ്പെൻഷനായിരിക്കും. ഇതിൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നത് വൈകാതെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ മുകേഷ് എം നായർ ഇപ്പോൾ ഇങ്ങനെയൊരു വിശദീകരണവുമായി ഈ രംഗത്തെത്തുമ്പോൾ അത് കണക്കിലെടുക്കാതെ, മുഖവിലക്കെടുക്കാതെ എങ്ങനെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. കാരണം ഈ സാധാരണ പോക്സോ കേസുകളിൽ കേസ് വളരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഉപയോഗിച്ചായിരിക്കും ഇതിൽ കേസെടുക്കുക. പക്ഷേ ഇതിൽ എങ്ങനെ ജാമ്യം ലഭിച്ചു, ജാമ്യം ലഭിക്കാനിടയായ സാഹചര്യം എന്താണ്, കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൻ്റെ പരിധിയിൽ വരും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സമഗ്രമായ ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ വിദ്യാഭ്യാസ വകുപ്പ് എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും ഡാൻ, ഇവിടെ JCI, അതായത് ഈ പരിപാടിയുടെ സംഘാടകരായിരുന്ന JCI വിഷയത്തിൽ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരുന്നല്ലോ. പോക്സോ കേസ് പ്രതി മുകേഷ് എം നായരെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് പശ്ചാത്തലം അറിയാതെയാണ്. സ്കൂളിനും പ്രധാന അധ്യാപകനുമുണ്ടായ വിഷമത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും പശ്ചാത്തലം പരിശോധിക്കാത്ത തങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റാണെന്നും സംഘാടകർ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മാപ്പ് അറിയിച്ച് സ്കൂളിന് സംഘാടകർ കത്തയച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഉത്തരവാദിത്തം, ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തം JCI ഏറ്റെടുത്തതോടെ സ്കൂളിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർക്കെതിരായിട്ടുള്ള ഒരു നടപടി അത് ഒഴിവാകാനുള്ള സാധ്യതയുണ്ടോ? അതോ വിദ്യാഭ്യാസ വകുപ്പ്, നേരത്തെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുമെന്ന്. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ നൽകിയതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ടിൽ എന്താണ് പ്രധാനമായി പരാമർശിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവപൂർണ്ണമായ സമീപനമാണ് ഈ സ്കൂൾ അധികൃതർക്കെതിരെ ഉണ്ടാകുന്നതെങ്കിൽ, അവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതെങ്കിൽ നോക്കി നിൽക്കില്ല, കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ സന്ദേഹങ്ങൾക്കിടയുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് അങ്ങനെ ഒരു നിലപാടെടുത്ത ശേഷം ഇനി അതിൽ ഒരു അയവ് വരുത്താനുള്ള സാധ്യതയൊന്നുമില്ല. ബാക്കി നടപടികൾ എന്താണെന്ന് വൈകാതെ അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടിയിട്ടില്ല. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും വ്ളോഗർ മുകേഷ് എം നായർ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉയർന്നു വന്നത്. ഈ വിഷയത്തിൽ വിശദീകരണവുമായി മുകേഷ് എം നായർ തന്നെ ന്യൂസ് 18 മുൻപാകെ എത്തിയിരുന്നു. തനിക്കെതിരായിട്ടുള്ള പോക്സോ കേസ് അത് ഗൂഢാലോചനയാണ്, ഒരു രീതിയിലും സ്കൂളിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ തനിക്കെതിരായിട്ടുള്ള ഈ കേസിനെ അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും താൻ കുറ്റക്കാരനല്ല, കുറ്റാരോപിതൻ മാത്രമാണെന്നുമാണ്
മുകേഷ് നായരുടെ വിശദീകരണം. പക്ഷേ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. പ്രമുഖ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരന് ഭീഷണി. 8.25 ലക്ഷം രൂപ ബ്ലഡ് മണിയായി നൽകിയില്ലെങ്കിൽ കുടുംബത്തെ അടക്കം അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി കത്ത്. മുംബൈയിലെ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് എന്ന പേരിലാണ് കത്തയച്ചിരിക്കുന്നത്. ഗംഗാധരന്റെ ചികിത്സാ പിഴവിൽ പെൺകുട്ടി മരിച്ചുവെന്നും അമ്മ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് കത്തിലെ ആരോപണം. ഇതിൽ നീതി തേടി പെൺകുട്ടിയുടെ പിതാവാണ് തങ്ങളെ സമീപിച്ചതെന്നും കത്തിൽ പറയുന്നുണ്ട്. ഡോക്ടർ ഗംഗാധരന്റെ പരാതിയിൽ മരട് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, എന്താണ് ഈ കേസിന്റെ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഈ ഭീഷണി കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ടോം, ഇത് കഴിഞ്ഞ മാസം മെയ് മാസം പകുതിയോടുകൂടിയാണ് ഈ കത്ത് ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഡോക്ടർ പോലീസിനെ സമീപിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഇങ്ങനെ വരുന്ന ഒരു ഭീഷണി കത്ത് എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കണ്ടിരുന്നത്. പിന്നീട് ഇത് പലരെയും അദ്ദേഹത്തിനോടുള്ള ഉപദേശം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരാതിയായിട്ട് നൽകാനായിട്ട് തീരുമാനിച്ചു. മരട് പോലീസ് ഇപ്പോൾ അത് പരാതി എടുത്തു, FIR ഇട്ടിരിക്കുന്നു. അതിൽ അന്വേഷണം തുടരുകയാണ്. ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ, കത്ത് പറയുന്നത് ഈ മുംബൈയിലെ ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു മേൽവിലാസം, അങ്ങനെ ഒരു ഉറവിടത്തിൽ നിന്ന് അവിടെ കത്ത് അയച്ചിരിക്കുന്നത്. അവരത് പ്രധാനമായിട്ടും തന്നെ സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് ഇത് ഒരു പെൺകുട്ടിയുടെ പിതാവ് നൽകിയ ഒരു കൊട്ടേഷൻ എന്നെല്ലാം തന്നെ പറയാവുന്ന രീതിയിലുള്ളൊരു കാര്യമാണ്. അത് ബ്ലഡ് മണി എന്ന രീതിയിലാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 8.25 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത്. ഈ പെൺകുട്ടിയുടെ പിതാവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലായിരുന്നു ഒരു പെൺകുട്ടി. അവർ ചികിത്സാ പിഴവ് മൂലം മരിച്ചു. പിന്നീട് ആ പെൺകുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തന്നെ സമീപിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ രീതിയിലേക്ക് ഇടപെടാനായിട്ട് തീരുമാനിച്ചതെന്ന് ഈ കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കത്തിൽ പറയുന്നത് അതിൽ കാണിച്ചിരിക്കുന്ന QR കോഡ്, അതിലേക്ക് പണം അയക്കുക, ഒരു ലിങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് പണം അയക്കുക, ഇല്ലായെങ്കിൽ കുടുംബത്തെ അടക്കം അപായപ്പെടുത്തും എന്ന രീതിയിലുള്ള ഭീഷണിയാണ് അതിലുള്ളത്. എന്തായാലും ഇതിനോട് ഡോക്ടർ പ്രതികരിച്ചിരിക്കുന്ന ഡോക്ടർ പറയുന്നത് ഇങ്ങനെയൊരു സംഭവം അല്ലെങ്കിൽ ഈ ഏത് പെൺകുട്ടി എന്ന് സംബന്ധിച്ച് ഒരു കാര്യവും ആ കത്തിലില്ല. ഒരാൾ എന്ന് അല്ലാതെ മറ്റ് രോഗിയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയോ മറ്റേതെങ്കിലും കാര്യം മേൽവിലാസമോ പേരോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇങ്ങനൊരു കത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് ഡോക്ടർ തന്നെ പറയുന്നത്. ഡോക്ടർ പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ കത്തിന്റെ അകത്ത് ഏതെങ്കിലും രീതിയിൽ ഈ മേൽവിലാസം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്? മാത്രമല്ല, ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു ചികിത്സാ പിഴവും മൂലം ഒരു പെൺകുട്ടി മരിച്ചതായിട്ടുള്ള സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദീകരിക്കുന്നത്? അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. അത്തരമൊരു കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, ഒന്നും രേഖപ്പെടുത്താതെ ഈ രീതിയിലേക്ക് ഒരു പെൺകുട്ടി മരിച്ചു എന്നത് മാത്രം പറയുന്നു. അവർക്ക് വേണ്ടിയാണ് തങ്ങൾ ഈ ഇടപെടൽ നടത്തുന്നതെന്ന് പറയുമ്പോൾ തന്നെയും അതിലൊരു അർത്ഥശൂന്യത അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ആരാണ് എന്താണെന്ന് പോലും അറിയാത്ത ചില കാര്യങ്ങൾ മാത്രമാണ്. ഇത് ആരാണ് ഇത് തങ്ങളെ സമീപിച്ചത്, ഏത് ചികിത്സയ്ക്ക് എന്നായിരുന്നു ഇവിടെ എത്തിയത്, അതിൻ്റെ ഒരു കാലമോ കാര്യമോ ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നില്ല. ഒരു മേൽവിലാസമില്ല, പേരില്ല, ഒന്നുമില്ല. ഒരു പെൺകുട്ടി ചികിത്സയിലിരുന്നു, അവർ പിന്നീട് ചികിത്സാപ്പിഴവ് മൂലം മരിച്ചു. ഇതിൻ്റെ ഈ കാരണങ്ങൾ കൊണ്ട് അവരുടെ കുടുംബത്തിൽ മറ്റൊരു ആത്മഹത്യ ഉണ്ടാകുന്നു. അതിന് ഒരു പകരം ചോദിക്കുക എന്ന രീതിയിൽ തന്നെയാണ്, ബ്ലഡ് മണി എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പോലീസ് പ്രാഥമികമായും ഇത് കണക്കാക്കുന്നത് പണം തട്ടിയെടുക്കാനുള്ള പുതിയ മാർഗങ്ങളിൽപ്പെട്ട ഒരു കാര്യം എന്ന രീതിയിലാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇപ്പോൾ ഇത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ QR കോഡ്, മറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ ബന്ധപ്പെട്ട സൈബർ സെല്ല് വഴി അന്വേഷണം നടത്തുകയാണ്. ഇവരുടെ വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ടാണ് പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തപാൽ വകുപ്പിനെ കേന്ദ്രീകരിച്ച് തപാൽ ഇത് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്തു എന്നത് സംബന്ധിയായ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം അവിടെയും നടക്കുന്നുണ്ട്, തപാൽ വകുപ്പിലും നടക്കുന്നുണ്ട്. മുംബൈയിൽ നിന്ന് തന്നെയാണോ യഥാർത്ഥത്തിൽ ഇത് വന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട്. എന്തായാലും പോലീസിൻ്റെ പ്രാഥമികമായ ഒരു അനുമാനം എന്ന് പറയുന്നത് പണം തട്ടിയെടുക്കുന്ന പല രീതിയിലുള്ള ഈ തട്ടിപ്പുകളോ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിലൊന്നുകൂടി വന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മറ്റൊരു അന്വേഷണം നടത്തുന്നത്. ഇങ്ങനെയുള്ള ഈ സർക്കിളുകൾ, അതായത് ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഈ പ്രമുഖ ആളുകൾ, കാരണം ഇവിടെ പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളുണ്ട്. ഡോക്ടർമാരടക്കം പല പ്രമുഖരെയും
ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നൊരു സംഭവങ്ങളൊക്കെ നമ്മൾ പതിവായി കേൾക്കാറുള്ളതാണ്. ഇതും അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നൊരു ഉദ്ദേശത്തോടെ അയച്ച ഭീഷണി കത്ത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ രീതിയിലാണ് പോലീസ് കരുതുന്നത്. ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിലവിലെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഈ രീതിയിലൊരു പുതിയ തട്ടിപ്പ് സംഭവങ്ങൾ കൂടി വന്നിരിക്കുന്നു. അത് ഈ രീതിയിലുള്ളതാണ്. ഈ ഡോക്ടർമാരെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നു. നിരവധിയായ രോഗികൾ കടന്നു പോകുന്നതാണ് അവർക്ക് മുന്നിലൂടെ. കാരണം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ തിരക്കുള്ള ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ രോഗികൾക്കൊപ്പം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. നിരവധി പേർ ചികിത്സയിലേക്ക് എത്തുന്നു. അപ്പോൾ അസംഖ്യം രോഗികൾ ചിലർ ചികിത്സപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെ പല സംഭവങ്ങളും തന്നെ ഇവർക്കിടയിലെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് വരികയും അവരൊരു ആശയക്കുഴപ്പത്തിലാക്കാനും ഈ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ഒരു വിവരവും ഇത് സംബന്ധിച്ച ആ കത്തിലില്ല എന്നതാണ് അതിൻ്റെ ഉള്ളടക്കത്തിൽ. ഒരു സൂചനകൾ പോലും ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന QR കോഡ്, മറ്റു സംഭവങ്ങൾ അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് സുരേഷുമായി പോലീസിന്റെ തെളിവെടുപ്പ്. സുഗാന്ത് താമസിച്ചിരുന്ന നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിലാണ് തെളിവെടുപ്പിനെത്തിച്ചത്. സുഗാന്ത് ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയുമായി ഇവിടെ എത്തിയിരുന്നതായാണ് മൊഴി. പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്തും തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ കേസിൽ ഈ യുവതിയെ IB ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ചൂഷണം ചെയ്തടക്കം ഈ നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിലാണെന്ന സൂചനകളൊക്കെ വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. ഈ തെളിവെടുപ്പ് ഈ പ്രതിയുമായിട്ടുള്ള സുഗാന്ത് സുരേഷുമായിട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയായോ? ഇതിനുശേഷം ഇനി പോലീസിന്റെ അടുത്ത നീക്കം, ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത നീക്കം എന്തായിരിക്കും? സുഗാന്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അന്വേഷണ സംഘം സുഗാന്തുമായി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിരിക്കുകയാണ്. 3 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് വിട്ടിരുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ച് തെളിവെടുത്തിരുന്നു. ഇന്നലെ IB ഉദ്യോഗസ്ഥ താമസിച്ച ഫ്ളാറ്റിലടക്കം എത്തിച്ചായിരുന്നു ഇന്നലത്തെ തെളിവെടുപ്പ്. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി 5 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും അന്വേഷണ സംഘം പുറപ്പെട്ടു. ഏകദേശം 12 മണിയോട് അടുക്കുമ്പോൾ തന്നെയാണ് അന്വേഷണ സംഘം ഈ നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ, അവിടെയായിരുന്നു സുഗാന്ത് താമസിച്ചിരുന്നത്. സുഗാന്ത് ഈ പെൺകുട്ടിയുമായി അവിടെ മുമ്പ് വന്നിരുന്നു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ജനുവരി മുതലായിരുന്നു സുഗാന്ത് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ പലതവണയും ഈ IB ഉദ്യോഗസ്ഥയായ യുവതി അവിടെ എത്തിയിരുന്നു. ആ അപ്പാർട്ട്മെന്റിലായിരുന്നു പോലീസിന്റെ അന്വേഷണം നടത്തിയത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷം അന്വേഷണ സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 24-നായിരുന്നു IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. കോടതി ഈ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സ്വയമേ കീഴടങ്ങുകയായിരുന്നു. എറണാകുളത്തെ DCPക്ക് മുന്നിലായിരുന്നു സുഗാന്ത് കീഴടങ്ങിയത്. പിന്നീടാണ് അവിടെ നിന്നും അന്വേഷണ സംഘത്തിന് പോലീസിന് സുഗാന്തിനെ കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിനോടകം തന്നെ സുഗാന്തിന്റെ ചാറ്റുകൾ, ടെലിഗ്രാമിലെ ചാറ്റുകൾ അടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ കൃത്യമായി പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സുഗാന്ത് ചൂഷണം ചെയ്തതിന്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കോടതിക്ക് ഇത് ബോധ്യമാകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യം പോലും ഹൈക്കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായത്. അതിനിടെ അത് കഴിഞ്ഞ് സുഗാന്തിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടാണ് പിന്നീട് ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് അന്വേഷണത്തിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും തെളിവെടുപ്പ് അടക്കം നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. അതിൽ ഇന്നലത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് കൊച്ചിയിൽ എത്തിച്ചത്. നെടുമ്പാശ്ശേരിയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ്. നെടുമ്പാശ്ശേരിയിൽ ഇരുവരും ഒരുമിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുവരും ജോലി ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ഇവർ പരിചയമുണ്ടായിരുന്നു. പ്രതി സുഗാന്ത് പോലീസിനോട് പറഞ്ഞത് ഇരുവരും പരസ്പര സമ്മതത്തോടെയായിരുന്നു ബന്ധം. ഇടയ്ക്ക് ഈ പ്രണയബന്ധത്തിനിടെ പ്രശ്നങ്ങളും വഴക്കമൊക്കെ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ തൻ്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. അതായത് ഈ യുവതി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം താനുമായിട്ടുള്ള പ്രശ്നമല്ല, താൻ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞതല്ല എന്നാണ് പ്രതി വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ യുവതിയുടെ മാതാപിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പല തെളിവുകളും കൈമാറിയിരുന്നു. മാത്രമല്ല
ടെലിഗ്രാം ഇരുവരും തമ്മിലുള്ള ടെലിഗ്രാം സംഭാഷണത്തിനിടെ ചാറ്റിനിടെ നീ പോയി ചത്തോളൂ, എനിക്ക് മറ്റൊരു ജീവിതം വേണമെന്ന രീതിയിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന കൃത്യമായ തെളിവുകളടക്കം ഈ കേസിൽ സുഗാന്തിനെതിരെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഇയാൾ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചിട്ടുണ്ടോ? എന്തായാലും ഇതിന്റെ ചോദ്യം ചെയ്യലുകളും മറ്റ് നടപടിക്രമങ്ങളും തിരുവനന്തപുരത്താണ് നടക്കുന്നത്. പോലീസിന് എന്തായാലും കൃത്യമായി തന്നെ സുഗാന്തിനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിലേക്ക് വന്നത് തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ്. ഈ നേരത്തെ നൽകിയ മൊഴിയിലാണ് തിരുവനന്തപുരത്ത് ഈ കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുവരും ജോലി ചെയ്തതും പിന്നീട് അവിടെ അടുത്ത് ഒരു അപ്പാർട്ട്മെന്റിലാണ് സുഗാന്ത് താമസിച്ചിരുന്നത്. ആ അപ്പാർട്ട്മെന്റിൽ യുവതി എത്തിയിരുന്നതും അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നതെന്നൊക്കെ മൊഴി സുഗാന്ത് ഇതിനോടകം തന്നെ നൽകിയിരുന്നു. അതോടൊപ്പമാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ടെലിഗ്രാമിലെ ചാറ്റിലടക്കം യുവതിയോട് പോയി ചത്തോളൂ എന്ന തരത്തിലുള്ള വാചകമൊക്കെ സുഗാന്ത് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കോടതിക്ക് പോലും കൃത്യമായി തെളിഞ്ഞ ഒരു കാര്യം, ഈ പ്രതി ഈ യുവതിയെ വളരെ അധികം മാനസികമായിട്ടൊക്കെ വളരെ രീതിയിൽ മാനസിക ചൂഷണം ചെയ്തിരുന്നു, സാമ്പത്തികമായി ഒരുപാട് ചൂഷണം ചെയ്തിരുന്നു. അതോടൊപ്പം കോടതി കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ് യുവതി ഈ സുഗാന്തിന് മറ്റ് പല യുവതികളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം കൂടി. കാരണം അങ്ങനെയുള്ള തെളിവുകളാണ് അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചത്. അതിനർത്ഥം ഈ യുവതിയെ പോലെ തന്നെ മറ്റ് പല യുവതികളുമായി സുഗാന്തിന് ബന്ധമുണ്ടായിരുന്നു. അവരെയൊക്കെ ഇതേ സമാനമായ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ മരിച്ച IB ഉദ്യോഗസ്ഥയെ അബോർഷൻ നടത്താൻ പോലും സുഗാന്ത് പ്രേരിപ്പിച്ചു. സുഗാന്തിന്റെ പ്രേരണയിലാണ് ആ പെൺകുട്ടി അബോർഷൻ നടത്തിയത്. അത് മാനസികമായി വലിയ രീതിയിൽ ബാധിച്ചു. മാനസികമായും വലിയ രീതിയിൽ ആ പെൺകുട്ടിക്ക് പ്രശ്നമുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സുഗാന്തിന്റെ വിശദമായ ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊച്ചിയിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പ്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് സുരേഷുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. തിരുവനന്തപുരത്തിന് പിന്നാലെയാണ് നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റ് എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. നേരത്തെ നവമി ദിനേശ് സൂചിപ്പിച്ചതുപോലെ ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് പല നിർണായകമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതോടൊപ്പം ഈ യുവതിയെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു, ഗർഭചിത്രം നടത്തിയിരുന്നു, ഇതിൻ്റെ വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. എന്തായാലും ഇനി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെ ഇനി നടക്കുന്നതാണ്. കോട്ടയം തൃക്കൊടിത്താനത്ത് വീട്ടമ്മ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകമെന്ന് പോലീസ്. ഏപ്രിൽ 28-നാണ് അനീഷിന്റെ ഭാര്യ മല്ലികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അനീഷ് തന്നെയാണ് മല്ലികയെ കൊലപ്പെടുത്തിയതെന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്കൊടുവിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു. ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ കൊലപാതകം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവത്തിൽ ഈ കൊലപാതകത്തിൽ പ്രതി ഭർത്താവ് തന്നെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ പുറത്തു വന്നതാണ്. കാരണം ഇരുവരും തമ്മിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമായിരുന്നു. എന്താണ് കൊലപാതകത്തിനുള്ള കാരണമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? ടോം, തീർച്ചയായും ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് ഈ ഒരു സംഭവം ഇതൊരു കൊലപാതകം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏപ്രിൽ 28-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് തന്നെ പോലീസിന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇത് കൊലപാതകമാണോ എന്ന സംശയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ കഴുത്തു ഭാഗത്ത് ഒരു മുറിവുണ്ടായിരുന്നു. പക്ഷേ ഇവരൊരുമിച്ചിരുന്ന് മദ്യപിക്കുന്നവരാണ്. മദ്യപാനത്തിനിടെ താൻ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് ഭർത്താവ് അനീഷ് നൽകിയ മൊഴി. പിറ്റേന്ന് ദിവസം ഉണർന്നു നോക്കിയപ്പോൾ മല്ലിക ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടു എന്നുള്ളതാണ് ഇദ്ദേഹം ആദ്യം വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയാണ് ഇക്കാര്യത്തിൽ നിർണായകമായത്. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ കാര്യമായ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം ഉണ്ടായിരുന്നു. ആത്മഹത്യയാണെന്ന് പരിപൂർണമായി സ്ഥിരീകരിച്ചില്ല. പക്ഷെ കൊലപാതകത്തിന് ആവശ്യമായ മെഡിക്കൽ ടീമൊക്കെ ചേർന്നുകൊണ്ടാണ് പിന്നീട് ഇത് കൂടുതൽ വിദഗ്ധമായ പരിശോധന നടത്തുകയും കഴുത്തു ഞെരിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതായത് അനീഷിനെ പിന്നീട് കഴിഞ്ഞ ദിവസം വിളിച്ച് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങൾ ഈ മദ്യപാനത്തിനിടെ തർക്കമുണ്ടാകുകയും പിന്നീട് സാമ്പത്തിക വിഷയത്തിൽ തർക്കമുണ്ടാകുകയും
പിന്നീട് താൻ തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു എന്ന് പറയുകയും അനീഷ് ചെയ്തു. അങ്ങനെയാണ് അനീഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പിന്നീട് പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഴുത്തിലൊരു മുറിവുണ്ടാക്കിയത്. അങ്ങനെ നാട്ടുകാർ കാണുമ്പോൾ ഇതൊരു ആത്മഹത്യ എന്ന നിലയിൽ കാര്യങ്ങൾ എത്തും എന്നാണ് അനീഷ് പ്രതീക്ഷിച്ചിരുന്നത്. തുടക്കം മുതൽ പോലീസിന് സംശയമുണ്ടായിരുന്നു, ഫോറൻസിക് വിദഗ്ധർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതിന് തക്കവണ്ണമുള്ളൊരു തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതിൽ കൃത്യമായ കൊലപാതകം എന്ന നിലയിൽ എത്തുന്നത്. അനീഷ് കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അനീഷിനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അങ്ങനെ വീട്ടിൽ പതിവായി ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണോ, അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനം? നേരത്തെ ശ്രീ സൂചിപ്പിച്ചതുപോലെ ഇരുവരും ഒന്നിച്ചിരുന്ന് പതിവായി മദ്യപിക്കാറുണ്ടായിരുന്നു പറയുന്നു. അങ്ങനെ മദ്യലഹരിയിലുണ്ടായ എന്തെങ്കിലും പ്രശ്നം, വാക്കുതർക്കം, അത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടതോ ഇരുവരും തമ്മിൽ ഇങ്ങനെ പതിവായി വീട്ടിൽ കലഹം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു ഇത്? പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊരു കൊലപാതകത്തിലേക്കൊക്കെ എത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളൊന്നും പോയിരുന്നില്ല. ഈ മല്ലിക നേരത്തെ ഇയാൾക്കെതിരെ ചില പരാതികളൊക്കെ ഉന്നയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ സംഭവം ഉണ്ടാകുന്ന ദിവസത്തിന് ഒരാഴ്ചയോളം അനീഷ് സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് തിരിച്ചെത്തിയ ശേഷം അന്ന് രാത്രി ഇരുന്ന് മദ്യപിച്ചപ്പോഴാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ചില പണമിടപാടുകളിൽ ചില തർക്കങ്ങൾ ഉണ്ടായത് എന്നാണ് അനീഷ് തന്നെ നൽകിയ മൊഴി. ഈ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ഒരു ശീലം ഇരുവർക്കും ഉണ്ടായിരുന്നു. ഈ സ്ത്രീയും നന്നായി മദ്യപിക്കുന്ന ആൾ തന്നെയാണ്, മല്ലികയും നന്നായി മദ്യപിക്കുന്ന ആളാണ്, അനീഷും അങ്ങനെയാണ്. പക്ഷേ ഇതിനിടയിലുണ്ടായ തർക്കം പെട്ടെന്ന് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു. പ്രത്യേകിച്ച് കൃത്യമായി കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് തന്നെയാണ് അനീഷ് നൽകിയ മൊഴി. ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് മറ്റെന്തെങ്കിലും ഒരു കാരണം, അതായത് മുൻവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഇതിലുള്ളതായി വിവരമില്ല. പെട്ടെന്നുണ്ടായ തർക്കങ്ങൾ അതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തൃക്കുടിത്താനം പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതൊരു ആത്മഹത്യയായി ഒരുപക്ഷെ എഴുതി തള്ളുമായിരുന്ന ഒരു കേസാണ്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് അതൊരു കൊലപാതകമാണ് എന്ന നിലയിലേക്ക് പോലീസ് എത്തുന്നത്. യെസ്, വ്യക്തമാണ്. ഏപ്രിൽ 28 നടന്ന സംഭവമാണ് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടയം തൃക്കുടിത്താനത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നടി പാർവതി തിരുവോത്തിനെതിരെ മാലാ പാർവതി, ഹേമ കമ്മിറ്റിയിൽ സർക്കാർ എന്തു ചെയ്തെന്ന പാർവതി തിരുവോത്തിൻ്റെ ചോദ്യത്തിനാണ് മറുപടി. സർക്കാരിനെതിരെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരവാദിത്തം കാണിക്കണം. മറ്റൊരു സംസ്ഥാനങ്ങളിലും ചെയ്യാത്ത കാര്യങ്ങൾ സിനിമാ മേഖലയിൽ കേരള സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് മാലാ പാർവതി FBയിൽ കുറിച്ചു. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടി പാർവതി തിരുവോത്ത് സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. അത് നമുക്കറിയാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ നടിയാക്രമണ കേസിന് പിന്നാലെയാണ് ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പല പ്രമുഖർക്കെതിരെയും ചലച്ചിത്ര താരങ്ങൾ, നടിമാർ ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീട് ഏകദേശം 35ഓളം കേസുകൾ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ ഇവിടെ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകാൻ പലരും താല്പര്യം പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ഈ ചലച്ചിത്ര താരങ്ങൾ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ എന്താണ് ഇപ്പോൾ ഈ പാർവതി തിരുവോത്ത് ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. കാരണം ഇവിടെ സർക്കാർ ഇത്രയധികം വാഗ്ദാനങ്ങൾ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടും എന്ത് നടപടി സിനിമാ മേഖലയ്ക്ക് വേണ്ടി ചെയ്തു എന്ന ചോദ്യം അത് പ്രസക്തമാണ്. പക്ഷെ ഇവിടെ മാലാ പാർവതി അവർക്കെതിരെ, ഈ പാർവതി തിരുവോത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്താനുള്ള കാരണം എന്താണ്? ടോം ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ്. കാരണം 5.5 വർഷം മുമ്പ് ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതിന് ശേഷം ഇതുവരെ അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള നടി പാർവതി തിരുവോത്തിൻ്റെ ചോദ്യം പ്രസക്തമാണ്. അതേസമയം തന്നെ മാലാ പാർവതി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അതിൽ എന്ത് നടപടിയാണ് ഉണ്ടാവുന്നത്? ആ നടപടി ഉണ്ടാവണമെങ്കിൽ, അതിൽ പോലീസ് കേസിന് പോകണമെങ്കിൽ ആ മൊഴി കൊടുത്തവർ ഈ കമ്മിറ്റി
കമ്മിറ്റിക്ക് മുമ്പ് മൊഴി കൊടുത്തവർ പോലീസിനും മൊഴി കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഈ മലയാള സിനിമയിലെ ഈ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഈ കമ്മിറ്റിക്ക് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ കൊടുത്ത മൊഴി കേരള പോലീസിന് മുന്നിൽ കൊടുക്കാൻ തയ്യാറായില്ല. അതിന് പലരും പല രീതിയിലുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർക്ക് കേസിന് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതിന് ആരെങ്കിലും ശിക്ഷിക്കാനോ രക്ഷിക്കാനോ വേണ്ടിയല്ല ഇത്തരത്തിൽ മൊഴി കൊടുത്തത്. മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാനും സമൂഹത്തിലേക്ക് കൊണ്ടുവയ്ക്കാനും ആ പ്രശ്നങ്ങൾ മാറ്റി ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റിയിലേക്ക് തങ്ങൾ മൊഴി കൊടുത്തത് എന്നുള്ളതാണ് ഈ നടി പാർവതി അടക്കമുള്ള ആൾക്കാരുടെ വിശദീകരണം. എന്നാൽ ഇത് കേരള പോലീസിലേക്ക് എത്തുമ്പോൾ പോലീസ് ഒരു കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും മൊഴികളും ഹാജരാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് മാത്രമേ കേസ് മുന്നോട്ട് പോകുള്ളൂ. ആ ഒരു സാങ്കേതികത്വം നിലനിൽക്കുമ്പോഴാണ് കേരള പോലീസ് ഇനി കേസുമായി മുന്നോട്ട് പോവേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് തീരുമാനമെടുക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നടി പാർവതി തിരുവോത്ത് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്തെത്തിയിരുന്നത്. ഇപ്പോൾ നടി പാർവതി തിരുവോത്ത് മുഖ്യമന്ത്രിയോട് ചോദിച്ചത് 5.5 വർഷമായല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട്, എന്തെങ്കിലും തീരുമാനമായോ? ഇതാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് 5.5 വർഷമായി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആ റിപ്പോർട്ടിന്മേൽ എന്ത് തീരുമാനമാണ് എടുത്തത്? ഇനിയും നമുക്ക് ധൃതിയില്ല, ഇനിയും നമ്മൾ കാത്തിരിക്കാമെന്നുള്ള രീതിയിൽ ഒരു പരിഹാസ രൂപേണ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചു. അതിന് പിന്നാലെ നടി പാർവതിക്കെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേസാകുമ്പോൾ അതിൽ മൊഴി വേണം, അതിൽ സാക്ഷി വേണം, അതിൽ ഹാജരാവണം, അതിനനുസരിച്ച് പോലീസിൻ്റെ നടപടികളോട് സഹകരിക്കണം. അങ്ങനെ ഒരു തരത്തിലും സഹകരിക്കാതെ ഒരു തരത്തിലും എന്തെങ്കിലും ഇവിടെ ഒരു മൊഴി കൊടുത്തതിൻ്റെ പേരിൽ മാത്രം, ഹേമ കമ്മിറ്റിയിൽ ഒരു മൊഴി കൊടുത്തതിൻ്റെ പേരിൽ മാത്രം സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പല വിമർശനങ്ങളും നടി പാർവതി തിരുവോത്തിന് നേരിടേണ്ടി വന്നു. അതേ വിമർശനമാണ് ഇപ്പോൾ നടി മാലാ പാർവതിയും ഉന്നയിച്ചിരിക്കുന്നത്. നടി പാർവതി തിരുവോത്തിന് തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് മാലാ പാർവതി. അതായത് മാലാ പാർവതി വളരെ വിചിത്രമായിട്ടുള്ള കാര്യം അഭിലാഷ്. കാരണം ഇവിടെ ഒരു സ്ത്രീപക്ഷവാദം ഉയർത്തുന്നവരാണ് പാർവതി തിരുവോത്തും അതുപോലെ തന്നെ മാലാ പാർവതിയും. പക്ഷെ ഇവിടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ നടിമാർ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരുന്നത്, കൃത്യമായി മൊഴി നൽകാതിരുന്നത്. കാരണം വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായതാണ്. മാത്രമല്ല ഈ പ്രമുഖ ചലച്ചിത്ര താരങ്ങൾക്കെതിരെ മൊഴി നൽകിക്കഴിഞ്ഞാൽ സിനിമയിൽ അവസരം നിഷേധിക്കപ്പെടുമെന്ന് പോലും പലർക്കും ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇവർ മുന്നോട്ട് പോകാതിരുന്നത്. മാത്രമല്ല സൈബറുടെ അത്രയധികം ആക്രമണം നേരിട്ടിരുന്നു ഈ പല നടിമാരും, ഈ പരാതി ഉന്നയിച്ച പല നടിമാരും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ പാർവതി തിരുവോത്തിനെതിരെ പോലും സൈബറെടുത്ത് സർക്കാരിനെ വിമർശിച്ചതിന് സൈബറെടുത്ത് വലിയ രീതിയിൽ ആക്ഷേപമുണ്ടായതാണ്. ഈ മാലാ പാർവതി പറയുന്നത് പോലെ ഉള്ള ആ വാദങ്ങൾക്ക്, മാലാ പാർവതിയുടെ വാദങ്ങൾക്ക് ഇവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? കാരണം ഇവിടെ സർക്കാർ ഒപ്പം നിൽക്കേണ്ട, അല്ലെങ്കിൽ ഇവിടെ അന്വേഷണ സംഘം ചേർത്ത് നിർത്തേണ്ട, സിനിമാ മന്ത്രിയൊക്കെ ഈ നടിമാരെ, ഈ ഇരകളെ ചേർത്ത് നിർത്തേണ്ടതാണ്. അതിന് പകരം അവരാക്രമിക്കുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്? ശരിയാണ് ടോം പറഞ്ഞത്. ഇത്തരത്തിൽ മലയാള സിനിമയിൽ, അതായത് മലയാളത്തിൻ്റെ മലയാള സിനിമയുടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. വലിയൊരു വ്യവസായമാണ്. ആ വ്യവസായത്തിൽ ഇത്തരത്തിൽ സ്ത്രീകൾ വലിയ അനീതികൾ നേരിടുന്നുണ്ടെന്ന് അവർ തന്നെ ഒരു കമ്മിറ്റിയുടെ മുന്നിൽ പറയുമ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ ആ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കാൻ തയ്യാറാകുമ്പോൾ അതേസമയം തന്നെ കേസെടുക്കാനും കൂടി കേരള പോലീസ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ആ കേസെടുക്കുന്ന സമയത്ത് ആ കേസിന് വേണ്ട മൊഴികളും സാക്ഷികളും ഒന്നും സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് മുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളിടത്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ഈ വിഷയത്തിൽ മാലാ പാർവതി തന്നെ പറയുന്നുണ്ട്, കോടതിയിൽ പോയാൽ സിനിമയിൽ അവസരം നഷ്ടപ്പെടുത്തും, വെച്ചേക്കത്തില്ല, അതുകൊണ്ട് മൊഴി കൊടുത്തത് തന്നെ ധാരാളം, ഇത് ഇത്രയും ചെയ്തത് മതി, ഇനി നടപടി ഉണ്ടാവട്ടെ എന്നൊരു നിലപാടാണ് WCC അടക്കം അല്ലെങ്കിൽ നടി പാർവതി തിരുവോത്ത് അടക്കം ഉള്ളവർക്കുള്ളത് എന്ന് പരോക്ഷമായി തന്നെ ഈ പോസ്റ്റിൽ കുറിക്കുന്നുണ്ട് മാലാ പാർവതി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ കുഴക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും നിയമ നടപടി എടുക്കാനായിട്ട് ആരും മൊഴി കൊടുക്കുന്നില്ല. ഏതെങ്കിലും തങ്ങളെ ഉപദ്രവിച്ചവർക്കെതിരെ പോലീസിന് നിയമപരമായി പോലീസിലേക്ക് പോകാൻ ആരും തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ സാങ്കേതികമായി കേരള പോലീസിന് ഇടപെടുന്നതിൽ കുറച്ച്
പരിമിതികളുണ്ട്. കാരണം ഇങ്ങനെ ഒരു കേസെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ചോദിക്കും, പരാതിക്കാരെവിടെ, സാക്ഷികളെവിടെ, മൊഴി എവിടെ, എന്താണ് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുള്ളതിൽ എന്താണ് തെളിവ് എന്ന് കോടതി ചോദിച്ചാൽ പോലീസ് അവിടെ കുഴങ്ങും. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പോലീസ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകളിലേക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ നടി പാർവതി തിരുവോത്തിനെതിരെ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതിൽ സ്വാഭാവികമായിട്ടും മാലാ പാർവതിയുടെ പോസ്റ്റിന് സ്വാഭാവികമായിട്ടും തീർച്ചയായും അഭിലാഷിലേക്ക് എത്താം. അതിനു മുൻപ് മന്ത്രി സജി ചെറിയാൻ പാർവതി തിരുവോത്തിന് മറുപടിയുമായി മാധ്യമങ്ങൾക്ക് മുൻപാകെ രംഗത്തെത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നാണ് സജി ചെറിയാൻ ആരോപിച്ചത്. കമ്മിറ്റിയിലെ നടപടികൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിക്കും. മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങളാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സിനിമാ നയം വരുന്നതും നിയമ നടപടികളിലേക്ക് പോകുന്നതും നിയമനിർമ്മാണം നടത്തുന്നതും അടുത്ത മാസം കോൺക്ലേവ് നടത്തുന്നതും എല്ലാം അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ അറിയാത്ത ആളുകളല്ല ഇങ്ങനെയുള്ള ചില കമന്റുകൾ പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി തന്നെ രൂപപ്പെട്ടത്. അവർ തന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് തരുന്നുണ്ട്. വിശദമായ ഒരു കുറിപ്പ് തരുന്നുണ്ട്. വീണ്ടും അഭിലാഷിലേക്ക്. അഭിലാഷ്, മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്നും മന്ത്രി പറയുന്നുണ്ട്. സിനിമാ നയത്തിനായി അടുത്ത മാസം കോൺക്ലേവ് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും വലിയ രീതിയിൽ അനീതി നേരിടുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ഇരകൾക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നൊരു വിമർശനം ഉയരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി താല്പര്യമെടുത്ത് രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്ര വർഷത്തോളം അത് പൂഴ്ത്തിവെച്ചു. മാധ്യമങ്ങൾ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് പോലും പുറത്തു വന്നത്. അവിടെയും ആ പേരുകൾ, അതായത് ആരോപണ വിധേയരായിട്ടുള്ളവരുടെ പേരുകൾ പുറത്തുവിടരുന്ന കൃത്യമായ നിർദ്ദേശമുണ്ടാകുന്നു. അങ്ങനെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. മാധ്യമങ്ങൾ ഇത്രയധികം ഇടപെട്ടതുകൊണ്ടാണ് പല നടിമാരും ഇരകളും പരസ്യമായി പ്രതികരിക്കാൻ പോലും തയ്യാറായത്. ഈ സിനിമാ നയത്തിനായി രൂപീകരിക്കുന്ന ആ കോൺക്ലേവിൽ ഈ വനിതാ താരങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കൃത്യമായ ഒരു പരിരക്ഷ സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? സിനിമാ മേഖലയിലെ പ്രത്യേകിച്ച് സ്ത്രീപക്ഷ വാദങ്ങൾ ഉയർത്തുന്ന ആളുകൾ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഈ കോൺക്ലേവിനെ കാണുന്നത്? അഭിലാഷ്, ടോം പറഞ്ഞതുപോലെ ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു, മലയാള സിനിമാ രംഗത്തേക്ക് സർക്കാർ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എല്ലാവർക്കും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോൺക്ലേവുകളും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇത്തരം വിമർശനങ്ങൾ വരുന്നത് ഇവർക്കാർക്കും ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടല്ല എന്ന്. അതിനൊരു ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാലാ പാർവതി ഈ കേസുമായി മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുത്തി മുന്നോട്ട് വന്ന സമയത്ത് അവർക്കുണ്ട അനുഭവം അവർ തുറന്നു പറയുന്നുണ്ട്. അതായത് കേസുമായി മുന്നോട്ട് പോകാൻ താൻ കോടതിയിലേക്ക് എത്തിയപ്പോഴും അതിൽ താൻ മൊഴി കൊടുത്തത് പുറത്തായപ്പോൾ അത് നിയമ നടപടിയിലേക്ക് പോയപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും, അതായത് WCC അടക്കമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും, അജിത അടക്കം അവരെ ശാസിച്ചുവെന്നും താൻ പേടിച്ചു പോയെന്നുമൊക്കെയുള്ള തൻ്റെ അനുഭവം കൂടി മാലാ പാർവതി പോസ്റ്റിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിയമ നടപടിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഇതുപോലെ മാലാ പാർവതിയെ പോലെ പലരും മുന്നോട്ട് വരാൻ നിന്നെങ്കിൽ പോലും മാലാ പാർവതിക്കുണ്ട അനുഭവം കാരണം പലരും പിന്നോട്ട് പോയി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതേസമയം ഇപ്പോൾ മലയാള സിനിമയിലെ നടിമാരെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് എങ്ങനെ സംസ്ഥാന സർക്കാർ സുരക്ഷ ഒരുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത്തരം കോൺക്ലേവ് വഴി എന്തൊക്കെയാണ് ഇവിടെ മേഖലയിലുള്ള പ്രശ്നങ്ങളെന്ന് സർക്കാർ നേരിട്ട് കേൾക്കുകയും ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് പുതിയ തീരുമാനങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നടിമാർക്ക്, പ്രത്യേകിച്ച് നടിമാർക്ക് വാഷ്റൂം സൗകര്യം സിനിമാ സെറ്റിൽ കൊണ്ടുവരണം, ICC ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി കൊണ്ടുവരണം, അവരുടെ ഗ്രീവിയൻസ് കേൾക്കാൻ അവിടെ ആളുണ്ടാവണം, ഓരോ സെറ്റിലും ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാർ ഇടപെട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുപോലെ ഇതിൽ കൂടുതലായിട്ടുള്ള ഇപ്പം പല നായികമാർക്കും സ്ത്രീകൾക്കുമൊക്കെ സിനിമ ഫീൽഡിൽ നിന്ന് ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ ഈ കോൺക്ലേവ് വെച്ച് അതിൽ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് സംഘടനകളുടെയും സംഘടനാ നേതാക്കളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത്. ഇതിനിടയിൽ സർക്കാർ കേട്ട ഏറ്റവും രൂക്ഷമായ വിമർശനം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇത്തരത്തിൽ പല പേരുകളും ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അവർ തയ്യാറായില്ല. സർക്കാർ റിപ്പോർട്ട് മറച്ചുവെച്ചു, അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ തയ്യാറായില്ല. അത് പിന്നെ വലിയ രീതിയിലുള്ള മാധ്യമ സമ്മർദ്ദം കൊണ്ടാണ് അത് റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നത്.
റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏവരും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നു. അതിൽ പക്ഷേ പ്രമുഖരായിട്ടുള്ള പല നടന്മാരുടെയും പേരുകൾ പുറത്തുവിടരുതെന്നുള്ള രീതിയിൽ നിർദ്ദേശമുണ്ടായി. അങ്ങനെ പലരുടെയും നമ്മളുടെയൊക്കെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകും, നമ്മളുടെയൊക്കെ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുന്ന തരത്തിൽ പലരുടെയും പേരുകൾ പുറത്തു വരുമെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും പിന്നീട് അതൊന്നും ഉണ്ടായില്ല. പക്ഷേ അതൊന്നും അല്ല ആവശ്യം. നമുക്ക് വേണ്ടത് സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവണം, സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു ആവശ്യമാണ് സ്ത്രീകൾ ഉന്നയിക്കുന്നത്, സിനിമാ മേഖലയിലെ നടിമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഉന്നയിക്കുന്നത്. അതിനാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത്. അല്ലാതെ ആൾക്കാരെ ഇപ്പം മുൻകാലത്ത് ചെയ്ത തെറ്റുകൾ, ഇപ്പോൾ സിദ്ദിഖിനെതിരായിട്ടുള്ള ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. ബാക്കിയൊന്നും അങ്ങനെ എല്ലാവരും വന്നതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഇനി സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിൽ ദുർബലമായ കേസുകൾ വരുന്നതിനേക്കാൾ നല്ലത് ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയിൽ ഇപ്പോൾ സർക്കാരിന് രൂക്ഷമായ വിമർശനം കേൾക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇപ്പോഴും ഒരു പരിഹാരമുണ്ടായിട്ടില്ല. അതിനുവേണ്ടി സിനിമാ കോൺക്ലേവ് അടുത്ത മാസം സംഘടിപ്പിക്കുന്നുണ്ട്. അതിലാണ് ഇനി ഈ ചലച്ചിത്ര താരങ്ങളുടെ പ്രതീക്ഷ. പിറവം ഓണക്കൂറിൽ നിന്നും കാണാതായ വിദ്യാർത്ഥിയുടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അർജുൻ രഘു വീട്ടിൽ നിന്നിറങ്ങി അടുത്തൊരു പറമ്പിലെത്തി യൂണിഫോം മാറ്റുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. കടും നീല നിറത്തിലുള്ള ടീഷർട്ടാണ് അർജുൻ ധരിച്ചിരുന്നത്. തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് വിദ്യാർത്ഥി. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. അതേസമയം അർജുന് മേൽ മറ്റ് സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ അർജുനെ അലട്ടിയിരുന്നില്ല, വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നില്ല, നന്നായിട്ട് പഠിക്കുമായിരുന്നു വിദ്യാർത്ഥി. പക്ഷേ എന്തിനാണ് അർജുൻ വീട് വിട്ടിറങ്ങിയത് അല്ലെങ്കിൽ നാട്ടിൽ നിന്നും പോയതെന്ന കാര്യത്തിൽ ഇപ്പോഴും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. എന്തെങ്കിലും ദുരൂഹത ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട അർജുൻ സ്വമേധയാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് എന്നുള്ള അഭ്യൂഹമായിരുന്നു പോലീസിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. അത് ശരിവെക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. കാരണം അർജുൻ വീട്ടിൽ നിന്നും യൂണിഫോം ധരിച്ചിറങ്ങിയതാണ്, സ്കൂളിൽ പോകാനായി യൂണിഫോമിൽ ഇറങ്ങിയതാണ്. അത് അടുത്തുള്ള, അതായത് വീട്ടിൽ നിന്നും ഒരു 800 മീറ്റർ അകലെയുള്ള ഒരു പറമ്പിൽ വന്നിട്ടാണ് ഈ യൂണിഫോം മാറ്റി മറ്റൊരു ടീഷർട്ട് ധരിക്കുന്നത്. ആ വിഷ്വലാണ്, ആ ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ പേപ്പാടിയിലും അർജുനെ കണ്ടതായിട്ട് പോലീസ് പറയുന്നുണ്ട്. എന്നിരുന്നാലും പോലീസിന്റെ ഒരു അഭ്യൂഹമാണ് ഇപ്പോൾ നമ്മുടെ മുൻവശത്തുള്ളത്. കാരണം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: അർജുൻ +1 വിദ്യാർത്ഥിയായിരുന്നു. കഴിഞ്ഞ ദിവസം +1 റിസൾട്ട് വന്നിരുന്നു. അത് റിസൾട്ട് മോശമാകുമെന്നൊരു ഭയം അർജുന് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും, കാരണം 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ്. ആ ഒരു പ്രകടനം +1 കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്ന് ഉള്ള ഒരു സംശയമായിരിക്കും, അങ്ങനെ ഒരു ആശങ്കയായിരിക്കും അർജുൻ ഇങ്ങനെ ഒരു തിരോധാനത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും അതേസമയം മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ പഠിക്കാനുള്ള വലിയ സമ്മർദ്ദങ്ങളൊന്നും അർജുൻ്റെ മേൽ അവരെ ഏൽപ്പിച്ചിരുന്നില്ല എന്ന് മാതാപിതാക്കൾ അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അർജുനെ കാണാതായത്. അർജുൻ രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയ അർജുൻ വൈകുന്നേരം അധികം വൈകിയും വീട്ടിലെത്താതിരുന്ന സാഹചര്യത്തിലാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്ന ഒരു സാഹചര്യം വീട്ടുകാരെ സംബന്ധിച്ചുണ്ടായത്. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതുപോലെ അർജുനെ ചുറ്റിപ്പറ്റി കൂടുതൽ അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് ലഭിച്ച ദൃശ്യങ്ങൾ അനുസരിച്ചിട്ട് അർജുൻ ഈ പറമ്പിൽ നിന്നും യൂണിഫോം മാറ്റി ധരിച്ചതൊരു കടും നീല നിറത്തിലുള്ള ടീഷർട്ടാണ്. അതിൻ്റെ ബാക്കിൽ ഒരു ഫ്ലവറിൻ്റെ സിമ്പൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് ദൃശ്യങ്ങളെ വ്യക്തമായി കാണാവുന്നതാണ്. അങ്ങനെ, അതായത് അർജുൻ സ്വമേധയാ വീട് വിട്ടിറങ്ങിയതാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മറ്റെവിടേക്കോ പോകാൻ, സ്കൂളിലേക്കല്ലാതെ മറ്റെവിടേക്കോ പോകാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതാണ് ഈ CCTV ദൃശ്യങ്ങൾ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും ഒരു കാരണവുമില്ലാതെ വിദ്യാർത്ഥി അർജുൻ അവിടെ നിൽക്കുന്ന വീഡിയോ കണ്ടാൽ മറ്റു മാനസിക സംഘർഷമൊന്നുമില്ല, വളരെ സ്വാഭാവികമായ രീതിയിൽ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നീട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു, ഡ്രസ്സ് മാറി തിരികെ വരുന്നു. ഇതാണ് ദൃശ്യങ്ങളിലുള്ളത്. നിലവിൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ഈ പിറവം മേഖല കേന്ദ്രീകരിച്ചുള്ള മറ്റ് CCTV ദൃശ്യങ്ങൾ, ഈ ഓണക്കൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? എവിടേക്ക് പോകാനായിരിക്കും സാധ്യത? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? അത്ര
കൂടുതൽ സൂചനകളൊന്നുമില്ല. പാമ്പാക്കുടയിലും അതുപോലെ പേപ്പാടിയിലും അർജുനെ കണ്ടതായുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ CCTV ദൃശ്യങ്ങൾ, അതായത് അർജുൻ്റെ പിന്നാലെ തന്നെ പോലീസുണ്ട്, അല്ലെങ്കിൽ അർജുൻ എവിടെ പോയി, ഏത് സാഹചര്യത്തിലാണ് അർജുനെ മിസ്സായത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പിറവം പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയുന്നത്. അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുട്ടിയെ മിസ്സായത്. ഇതുവരെ അർജുനന് ഫോണില്ല, മറ്റാരുമായും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പാരൻസുമായിട്ടോ മറ്റ് സുഹൃത്തുക്കളുമായോ ആരുമായിട്ടും അർജുൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷണം വഴിമുട്ടിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ പറയുന്നതുപോലെ CCTV ദൃശ്യങ്ങൾ, അതുപോലെ മറ്റൊരു ബസ് കണ്ടക്ടർ അർജുനെ കണ്ടതായി പറയുന്നുണ്ട്. അങ്ങനെ ചില മൊഴികളുടെ അടിസ്ഥാനത്തിലും ഒക്കെ പോലീസ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇത്ര ദിവസമായി അർജുൻ മിസ്സാവുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് +1 റിസൾട്ട് വന്നത്. ഈ പ്രതീക്ഷിച്ചത് പോലെ ഒരു വിജയം തനിക്ക് കൈവരിക്കാനാകില്ല എന്നുള്ള ആശങ്കയിലായിരിക്കാം അർജുൻ നാട് വിട്ടു പോയത് എന്നൊരു അഭ്യൂഹത്തിലാണ് പോലീസുള്ളത്. അതിലും എത്ര ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയുണ്ട്. എന്നിരുന്നാൽ പോലും സ്വമേധയാ വീട് വിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്കല്ലാതെ മറ്റെവിടേക്ക് പോകാൻ അർജുൻ തീരുമാനിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് നമുക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങൾ. അങ്ങനെയാണ് വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പിറവം ഓണക്കൂരിൽ നിന്നും കാണാതായ അർജുൻ എന്ന +2 വിദ്യാർത്ഥിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. കൊച്ചി നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുന്നത് സ്വകാര്യ ബസ് ഡ്രൈവർമാരാണ്. അമിത വേഗതയിൽ ബസ് ഓടിക്കുക, അപകടം ക്ഷണിച്ചു വരുത്തുക, മാത്രമല്ല ഈ ബസ് യാത്രക്കിടെയും ബസ് ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ പതിവായി നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ഏറ്റവും ഒടുവിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന തരത്തിൽ അശ്രദ്ധമായി ബസ് ഓടിച്ചൊരു ഡ്രൈവറുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. റീൽസ് കണ്ടാണ് ഡ്രൈവർ ബസ് ഓടിച്ചതെന്നാണ് ആരോപണം. ഫോർട്ട് കൊച്ചി ആലുവ റൂട്ടിലോടുന്ന ബസ്സിലായിരുന്നു ഡ്രൈവറുടെ അഭ്യാസം. കലൂർ എറണാകുളം മേനകയിൽ നിന്ന് എടപ്പള്ളി ടോള് വരെ വണ്ടി കയറിയായിരുന്നു. അപ്പോൾ ഒരു ഞാൻ ഡ്രൈവറുടെ ഓപ്പോസിറ്റ് സീറ്റിലിരുന്നേച്ചത്. ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്രയും ആൾക്കാരുടെ ജീവൻ ഒരു വിലയില്ലാത്ത രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് റീൽസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നോക്കി ഇടയ്ക്കിടയ്ക്ക് സ്റ്റിയറിങ്ങിൽ പിടിക്കുന്നുണ്ട്, ഗിയർ വലിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം മൊബൈൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ യാത്രക്കാരിയാണ് വീഡിയോ പകർത്തിയത്. ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും നീക്കമുണ്ട്. നവമി ദിനേശ് ചേരുന്നു. നവമി, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കൊച്ചി നഗരത്തിൽ മാത്രമല്ല, കേരളത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർമാർ ഇതുപോലെ അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, ബസ് ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗം, അങ്ങനെ നിരവധി യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള ഇത്തരം പ്രവൃത്തിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമോ? ടോമി, ഡ്രൈവറെ വിളിച്ചു വരുത്തി അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിരിക്കുകയാണ്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഈ എറണാകുളം MVDയുടെ ഈ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും രാവിലെയാണ് ഈ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് മേനക ഭാഗത്തു നിന്നും ബസ് കയറിയ ഒരു യാത്രക്കാരിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഡ്രൈവറുടെ സീറ്റിന് അരികിൽ നിന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നതും. അവർ പറയുന്നുണ്ട്, ആ ഓഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. ബസ് സ്റ്റോപ്പ് ചെയ്ത് ആളുകളെ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒക്കെ ബസ് നിർത്തുന്ന സമയത്ത് ഈ ഡ്രൈവർ ഫോൺ നോക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കി ഓടിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കയ്യിൽ സ്റ്റിയറിങ്ങും മറ്റേ കയ്യിൽ ഫോണുമായിട്ട് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ ഒരു അപകടം വരുത്തി വെക്കുന്നത് പലപ്പോഴും ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് എന്നതിന് ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഈ വീഡിയോ.
പ്രത്യേകിച്ച് നമുക്കറിയാം ഫോർട്ട് കൊച്ചി ആലുവ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അത്രയേറെ യാത്രക്കാരുമായി പോകുന്ന ബസ്സിലായിരുന്നു ഇങ്ങനെ ഒരു അഭ്യാസ പ്രകടനം ഡ്രൈവർ നടത്തിയത്. നിരത്തുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ അല്ലെങ്കിൽ കാൽനട യാത്രക്കാരുടെ ഒക്കെ ജീവന് അപകടകരമാകുന്ന തരത്തിൽ തന്നെയാണ് ഈ ഡ്രൈവർ ഇത്തരത്തിലൊരു ബസ് ഓടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത ന്യൂസ് 18 വാർത്ത കണ്ടതിൽ പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. ഡ്രൈവറെ കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക ഒരു മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ ബസ്സിനെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഡ്രൈവറെയും ഒപ്പം ഈ ബസ്സും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും നവമി, ഇപ്പോൾ മഴക്കാലമാണ്, പ്രത്യേകിച്ചും അപകടങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. സ്കൂളുകൾ തുറന്നു, കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ബസ്സുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ അല്ലെങ്കിൽ പരിശോധനയൊക്കെ ശക്തമാക്കുന്നുണ്ടോ? കാരണം ഈ ഇതുപോലെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ അശ്രദ്ധയും അമിത വേഗതയും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ, പരിശോധനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമോ? ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന അത് നഗരത്തിൽ പലയിടങ്ങളിലും രാവും പകലും ഇല്ലാതെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പിഴ ഈടാക്കി പറഞ്ഞയക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഡ്രൈവർമാർക്കും അത്ര ഒരു ജാഗ്രത പുലർത്തുന്നില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഡ്രൈവർമാരുടെ അശ്രദ്ധമായിട്ടുള്ള വാഹനം ഓടിക്കൽ ഇത് ആദ്യത്തെ സംഭവമല്ല. നമ്മുടെ നഗരത്തിൽ നടക്കുന്ന അപകടങ്ങളിൽ ഭൂരിഭാഗവും ഈ ബസ് അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിലൊക്കെ ബസ് ഡ്രൈവർമാരുടെ മരണപ്പാച്ചിലൊരു കാരണമാകുന്നുണ്ട്. നമ്മൾ റോഡിലിറങ്ങുമ്പോൾ, നമ്മൾ വാഹനം എടുത്ത് റോഡിലിറങ്ങുമ്പോൾ എത്രമാത്രം അശ്രദ്ധമായിട്ടാണ് ഇവർ വാഹനം ഓടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ചെറിയ റോഡിൽ കൂടി ആയിപ്പോയാലും ഇവർ വലിയ രീതിയിൽ ഹോൺ മുഴക്കി അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് ബാക്കി എല്ലാവരും ബസ് കാണുമ്പോൾ വഴിമാറണം എന്നൊരു തരത്തിലേക്കൊക്കെയാണ് ഇവരുടെ വാഹനം ഓടിക്കൽ. പലപ്പോഴും മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ ദൃശ്യങ്ങളടക്കം പരാതി നൽകാറുണ്ട്. ഇത് പോലീസ് ഒരു നടപടിയെടുക്കും, ഇവർക്ക് പിഴ ചുമത്തും അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ പെരുമാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റം ഈ ബസ് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഈ കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഡ്രൈവർമാർ മാറി വരും എന്നതല്ലാതെ ഈ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് കൊടുക്കേണ്ട മുൻഗണനയെക്കുറിച്ചോ, ഇരുചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ നിരത്തിലിറങ്ങുന്ന ഡ്രൈവർമാർ ആളുകളുടെ ജീവൻ ഞങ്ങളുടെ കൂടി ചുമതലയാണെന്നുള്ള ഒരു ബോധമോ എന്നും ഇല്ലാതെയാണ് പലപ്പോഴും ഈ ബസ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത്. ഫോണിൽ റീൽസ് കാണുന്നതും ഫോണിൽ സംസാരിക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ പതിവായിട്ടുള്ള കാഴ്ചയായി മാറുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സമാനമായ രീതിയിൽ ഒരു KSRTC ഡ്രൈവർ ഫോൺ നോക്കി വാഹനം ഓടിച്ചത് ഇതേപോലൊരു യാത്രക്കാരി ചിത്രീകരിക്കുകയും പിന്നീട് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായത്. സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 വാർത്ത ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. ബസ് യാത്രയ്ക്കിടെ, ബസ് ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോണിൽ റീൽസ് കണ്ട ഡ്രൈവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.